Good evening, everyone. Last class ne നോക്കിയോ? എടം വരെ നമ്മൾ ലാസ്റ്റിന് ഡ്യൂട്ടീസ് അല്ലേ അടുത്തത് പറഞ്ഞു വെച്ചത്? എന്തൊക്കെയായി? വാല്യുവേഷൻ ആയി അല്ലേ? എക്സംഷനിൽ ഇനി ഒരു ജനറൽ എക്സംഷന്റെ കാര്യം കൂടെ പഠിക്കാനുണ്ട്. ജനറലും സ്പെസിഫിക്കും സെക്ഷൻ 25 പറയുന്ന 2 സെക്ഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഒരു ഡീമെച്ചുറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു പരിപാടി ഉണ്ട്. നമ്മളിനി ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് അല്ല എടുക്കാനല്ലേ? അല്ലടോ? ഒരു മിനിറ്റ്, സ്ക്രീൻ. ഓക്കെ, അപ്പോ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ആണ്. ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് നമ്മൾ ഒരു അറൗണ്ട് ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞിരുന്നു. നമുക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ട്, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഉണ്ട്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഉണ്ട്, IGST ഉണ്ട്, GST കോമ്പൻസേഷൻ സെസ്സും ഉണ്ട്. പുറമെ എക്സ്പോർട്ട് ഡ്യൂട്ടി സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് ഷെഡ്യൂൾ പ്രകാരം എക്സ്പോർട്ട് ഡ്യൂട്ടീസും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ഉള്ളത്. ഇതിന്റെ ചാർജിങ് ഏറെക്കുറെ നമുക്ക് കുറച്ച് ഏരിയാസ് നമ്മൾ പ്രോബ്ലം ചെയ്തറിയാം. അപ്പൊ ബാക്കിയുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസിലെ ആദ്യം വരുന്നത് നമ്മളെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ആർ ചാർജബിൾ ടു ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അണ്ടർ കസ്റ്റംസ് ആക്ട് 1962. The rates of basic customs duty are indicated in Schedule 1 of Customs Tariff Act 1975. എന്താ പറഞ്ഞത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് മുകളിലെല്ലാം ചുമത്തും. ജനറലി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ലെവീഡ് അറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഡ്യൂട്ടി. എന്താണ് ജനറലി ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി? സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഡ്യൂട്ടിയിലാണ് ചുമത്തുക. ബട്ട് എന്താണ്, താഴെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടർക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി കിട്ടും. എന്താണ് പ്രിഫറൻഷ്യൽ റേറ്റ്? എന്താണ് ഈ പ്രിഫറൻസ്? എന്താണ് പ്രിഫറൻഷ്യൽ റേറ്റിന്റെ? എന്താണ് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ് പ്രിഫറൻസ്? പ്രിഫറൻസ് മീനിങ് എന്താ? അത് നമ്മൾ പ്രിഫർ ചെയ്യാന്ന് പറയും അല്ലെ? മുൻഗണന എന്ന അർത്ഥം വരില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഡ്യൂട്ടി നമുക്ക് അസൈൻ ചെയ്തു തരും. മുൻഗണനാ രീതിയിൽ നമ്മൾക്കൊരു സെപ്പറേറ്റ്
ഡ്യൂട്ടി അസൈൻ ചെയ്തു തരും. അങ്ങനെ നമുക്ക് പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി കിട്ടണമെങ്കിൽ, ഓക്കെ, പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് സ്പെസിഫിക് ക്ലെയിം നടത്തണം. എന്ത്? സ്പെസിഫിക് ക്ലെയിം ഫോർ പ്രിഫറൻഷ്യൽ റേറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ഇമ്പോർട്ടർ. ഓക്കെ, ഇമ്പോർട്ടർ സ്പെസിഫിക് ആയിട്ട് പ്രിഫറൻഷ്യൽ റേറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യണം. 2, ഇമ്പോർട്ട് മസ്റ്റ് ബി ഫ്രം പ്രിഫറൻഷ്യൽ ഏരിയ ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പ്രിഫറൻഷ്യൽ ഏരിയ ആയിട്ട് നോട്ടിഫൈ ചെയ്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. 3, ദ ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓർ മാനുഫാക്ചർഡ് ഇൻ സച്ച് പ്രിഫറൻഷ്യൽ ഏരിയ. എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. പ്രിഫറൻഷ്യൽ റേറ്റ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ക്ലെയിം ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുന്നത് പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നായിരിക്കണം. ഏത് ഗുഡ്സ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ആ ഗുഡ്സും മാനുഫാക്ചറിന്റെ ആ ഗുഡ്സിന്റെ മാനുഫാക്ചറും പ്രൊഡക്ഷനും എവിടെ ആയിരിക്കണം നടന്നിട്ടുണ്ടാവേണ്ടത്? പ്രിഫറൻഷ്യൽ ഏരിയയിൽ തന്നെ ആയിരിക്കണം. അത്രേ ഉള്ളൂ ഏത് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. ഇനി സോഷ്യൽ വെൽഫെയർ സർചാർജ് നമ്മൾ ഓൾറെഡി ചെയ്തു. എത്രയായിരുന്നു ശതമാനം? ഓൾറെഡി ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എത്ര പെർസെന്റേജ് ആയിരുന്നു? 10% അല്ലെ? 10% ആണല്ലോ. അപ്പൊ സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്നത് 2 ഫെബ്രുവരി 2018 തൊട്ടാണ്. ഓക്കെ, 2 ഫെബ്രുവരി 2018 തൊട്ടാണ്. സോഷ്യൽ വെൽഫെയർ സർചാർജ് അറ്റ് 10% ഓൺ ദ അഗ്രിഗേറ്റ് ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ലെവീഡ് അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ട്. ഇമ്പോർട്ടിന്റെ സമയത്ത് അഗ്രിഗേറ്റ് ഡ്യൂട്ടീസ്, കസ്റ്റംസിന്റെ അഗ്രിഗേറ്റ് ഡ്യൂട്ടിയുടെ മുകളിൽ 10% എന്ത് ചെയ്യുക? സോഷ്യൽ വെൽഫെയർ സർചാർജ് ചാർജ് ചെയ്യാം. അതിൽ കുറച്ച് എക്സംഷൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇനി ഇഫ് ഗുഡ്സ് ആർ ഗോൾഡ്, സിൽവർ, എന്താണ്? സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ, ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്ലേറ്റഡ് വിത്ത് പ്ലാറ്റിനം, പ്ലാറ്റിനം കൊണ്ട് പൊതിഞ്ഞതായിക്കോട്ടെ, ഓർ ഇൻ സെമി മാനുഫാക്ചേർഡ് ഫോം ഓർ ഇൻ പൗഡർ ഫോം, പകുതി മാനുഫാക്ചർ ചെയ്ത ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ പൗഡർ രീതിയിലായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഗോൾഡിനും സിൽവറിനും എത്രയാ വരിക? ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് 3%. ഗോൾഡും സിൽവറും 3% ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് തരാറില്ല. ബട്ട് ഗോൾഡും സിൽവറും എത്ര ശതമാനമാണ്? 3%. ഓക്കെ. ഇനി the social welfare surcharge shall be calculated at the rate of 10% on the aggregate of duties and taxes, the aggregate of duties and taxes and cesses which are levied and collected by the central government in Ministry of Finance, Department of Revenue under Section 12 of the Customs Act 1962. Okay, എന്താണ്? അഗ്രിഗേറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ മുകളിലാണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? ദ ഫോളോയിങ് ആർ excluded while calculating social welfare surcharge. ഏതൊക്കെ? സേഫ് ഗാർഡ് ഡ്യൂട്ടി, countervailing duty, anti-dumping duty, IGST, compensation cess. നമ്മളെ ഫോർമാറ്റ് ഓർമ്മ ഉണ്ടല്ലോ, അതിൽ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ഇപ്പൊ ഇതല്ലാത്ത ഏത് ഡ്യൂട്ടിയാ നമുക്ക് വരിക? ഏത് ഡ്യൂട്ടിയാ ഉള്ളത്? ഇതല്ലാത്ത ഏതൊക്കെ ഡ്യൂട്ടിയാ ഉള്ളത്? ഏതിന്റെയൊക്കെ മുകളിലാടാ സോഷ്യൽ വെൽഫെയർ സർചാർജ് ചാർജ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചത്? ഏതിന്റെയൊക്കെ മുകളിലാ? ഓർമ്മല്ലേ? സോഷ്യൽ വെൽഫെയർ സർചാർജ് 10% ഏതൊക്കെ ടാക്സിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാം? കസ്റ്റംസ്, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി അല്ലെ? ഇതല്ലാത്ത ഡ്യൂട്ടി പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉള്ളൂ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ആ കേസ്. ഇനി IGST ഇനി സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? IGST is a component under GST law which is levied on goods being imported into India from another country. It has subsumed various customs duty including countervailing duty and special additional duty of customs. SID-യും CVD-യും എന്തിലേക്ക് മെർജ് ചെയ്തു? IGST-യിലേക്ക് മെർജ് ചെയ്തു എന്ന് പറഞ്ഞു. In the GST regime, IGST will be levied on imports by virtue of subsection 7 of section 3 of Customs Tariff Act. IGST wherever applicable would be levied on cargo that would arrive on or after 1st July 2017. It may also be noted that IGST would also be levied on cargo which has arrived prior to 1st July, but bill of entry is filed on or after 1st July 2017. എന്താ പറഞ്ഞത്? ജൂലൈ 1, 2017 ശേഷം വന്ന കാർഗോവിന്റെ മുകളിൽ
IGST അപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ജൂലൈ 1 മുമ്പേ വന്ന കാർഗോ ആണെങ്കിലും ബിൽ ഓഫ് എൻട്രി ലേറ്റർ ആണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്ത് അപ്ലിക്കബിൾ ആയിരിക്കും? IGST അപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. 1 ജൂലൈയോ അല്ലെങ്കിൽ അതിനുശേഷമാണ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നതെങ്കിൽ അവിടെ IGST വരും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി സിമിലർലി എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽഡ് ഓൺ ഓർ ആഫ്റ്റർ 1 ജൂലൈ 2017 വുഡ് അട്രാക്ട് IGST ആസ് അപ്ലിക്കബിൾ. എന്താണ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഇല്ലേ? എന്താ എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി? നമ്മൾ വെയർഹൗസിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബിൽ ഓഫ് എൻട്രി അല്ലെ? അത് 1 ജൂലൈ 2017 ശേഷം ഫയൽ ചെയ്യുകയാണെങ്കിൽ, അന്നോ അതിനുശേഷമോ ഫയൽ ചെയ്യുകയാണെങ്കിൽ അവിടെ IGST അട്രാക്ട് ചെയ്യും ആസ് അപ്ലിക്കബിൾ. In the case where cargo arrival is after 1 July and an advance bill of entry was filed before 1 July along with the payment of duty. എന്താ പറഞ്ഞത്? കാർഗോ വന്നത് 1 ജൂലൈക്ക് ശേഷമാണ്, 1 ജൂലൈക്ക് ശേഷമാണ്. പക്ഷെ ബിൽ ഓഫ് എൻട്രി നമുക്ക് എപ്പോ വരെ ഫയൽ ചെയ്യണം? 1 ജൂലൈ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം മുമ്പ് വരെ നമുക്ക് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യാൻ പറ്റും? എത്ര ദിവസം മുമ്പ് വരെ? 30 ദിവസം അല്ലെ? 30 ദിവസം. അപ്പോ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത കേസാന്ന് വിചാരിച്ചോ. പക്ഷെ സാധനം വരുന്നത് 1 ജൂലൈ അല്ലെങ്കിൽ അതിനുശേഷമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തത് 1 ജൂലൈക്ക് മുമ്പാണെങ്കിൽ അലോങ് വിത്ത് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി ദ ബിൽ ഓഫ് എൻട്രി മേ ബി റീകാൾഡ്. എന്ത് ചെയ്യാം? ബിൽ ഓഫ് എൻട്രി വേണമെങ്കിൽ തിരിച്ചു വിളിച്ചിട്ട് അത് റീഅസസ് ചെയ്ത് വേണമെങ്കിൽ IGST ചുമത്താം. ആർക്ക്? പ്രോപ്പർ ഓഫീസർക്ക്. അത്രേ ഉള്ളൂ. ആ ബിൽ ഓഫ് എൻട്രി തിരിച്ച് റീകളക്ട് ചെയ്തിട്ട് അത് റീഅസസ് ചെയ്ത് അവിടെ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? IGST ചുമത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ? മേ ബി റീകാൾഡ് ആൻഡ് റീഅസസ്ഡ് ആണ്. വേണമെങ്കിൽ അയാൾക്ക് റീകാൾ ചെയ്യാം, റീഅസസ് ചെയ്യാം. ഇതൊന്നും ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് 1 ജൂലൈയിലുള്ള പ്രൊവിഷൻ ആണ്. എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, നമ്മൾ ഈ എക്സാമ്പിൾ 1 ഒക്കെ ചെയ്തതാണല്ലോ, നമ്മൾ ഫസ്റ്റ് ചെയ്തു പോയ കാര്യങ്ങളല്ലേ? ഓക്കെ. ഇനി GST കോമ്പൻസേഷൻ സെസ്. എന്താണ് GST കോമ്പൻസേഷൻ സെസ്? GST കോമ്പൻസേഷൻ സെസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇത്രേ ഉള്ളൂ. അണ്ടർ GST regime, compensation cess will be charged on luxury product like high-end cars and demerit commodities. എന്താണ് high-end cars? ഉയർന്ന വിലയുള്ള കാറിന് മുകളിൽ, അതേപോലെ ഡിമെറിറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിന് മുകളിലുമാണ് സാധാരണ കോമ്പൻസേഷൻ സെസ് ചുമത്താറ്. എന്തൊക്കെയാണ് ഡിമെറിറ്റഡ് ഗുഡ്സ്? പാൻ മസാല, ടൊബാക്കോ, എയറേറ്റഡ് ഡ്രിങ്ക് for the period of 5 years in order to compensate states for loss of revenue. സ്റ്റേറ്റ്സിന്റെ വരുമാനത്തിൽ ഉണ്ടാവുന്ന GST വരുന്നത് കൊണ്ട് സ്റ്റേറ്റിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന ലോസിനെ കവർ ചെയ്യാൻ വേണ്ടി ചുമത്തുന്ന ടാക്സ് ആണ്, സെസ് ആണ് കോമ്പൻസേഷൻ സെസ്. ഓക്കെ, GST വന്നതുകൊണ്ട് ഏതെങ്കിലും സ്റ്റേറ്റിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ, അവരുടെ നോർമൽ വരുമാനത്തെക്കാൾ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ചുമത്തുന്ന ടാക്സ് ആണ് കോമ്പൻസേഷൻ സെസ്. ഓക്കെ, പക്ഷെ ഇത് 5 കൊല്ലത്തേക്കേ ഉള്ളൂ. അപ്പൊ 5 കൊല്ലം എന്ന് പറയുമ്പോൾ ഇത് എന്ന് എക്സ്പയർ ആവും? ഈ GST കോമ്പൻസേഷൻ സെസ് എന്ന് വരെ ആയിരിക്കും? എന്ന് വരെ ആയിരിക്കൂടാ? 1 ജൂലൈയിലല്ലേ സ്റ്റാർട്ട് ചെയ്തേ? 1 ജൂലൈ 2017. അപ്പൊ ഏത് കൊല്ലം വരെ ഉണ്ടാവും കോമ്പൻസേഷൻ സെസ്? 2022 വരെ. ഓക്കെ, 2022 വരെ. അത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നമുക്ക് അപ്പം അറിയാം. ഇപ്പൊ കേരള ഫ്ലഡ് സെസ് ഒഴിവാക്കിയ നിങ്ങൾക്കൊക്കെ അറിയാലോ. ബില്ലിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഇപ്പൊ കേരള ഫ്ലഡ് സെസ് ചാർജ് ചെയ്യാൻ പാടില്ല. 5% ബില്ലിൽ സാധാരണ ഉണ്ടാവില്ല. അപ്പൊ 12% ബില്ല് നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങുന്ന എന്തെങ്കിലും സാധനത്തിൽ കേരള ഫ്ലഡ് സെസ് കാണുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, ഈ 1% ഇപ്പോൾ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എത്രയാണോ അത് റിവേഴ്സ് ചെയ്ത് അത്രയും ബില്ല് കുറച്ച് വാങ്ങാം. ഓക്കെ, ഇനി ഈ കേസിലും GST കോമ്പൻസേഷൻ സെസ് നമ്മൾ നേരത്തെ പറഞ്ഞ IGSTയുടെ കൺസെപ്റ്റ് പോലെ തന്നെയാണ്. എന്താണ്? 1 ജൂലൈയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെ. 1 ജൂലൈക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ 1 ജൂലൈയുടെ മുമ്പ് വരികയാണെങ്കിൽ അതിന്റെ ബിൽ ഓഫ് എൻട്രി പിന്നീട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, എക്സ്പോണ്ട് ബിൽ ഓഫ് എൻട്രി പിന്നീട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ കാര്യങ്ങളാണ്.
ഓക്കെ, ഇനി വിത്ത് ഇഫക്ട് ഫ്രം 1/2/2019 ഷെഡ്യൂൾ 3 ഓഫ് CGST ആക്ട് 2017 നമ്മൾ ആ ഷെഡ്യൂൾ 3 അന്ന് എഴുതിയില്ലേ? ഓർമ്മ ഉണ്ടോ? ഒരു നോട്ട് തന്നില്ലായിരുന്നോ? ഷെഡ്യൂൾ 3 നെഗറ്റീവ് ലിസ്റ്റ്. അതില് ഈ 2 പോയിന്റ് അഡീഷണൽ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്ന് സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല, ഈ 2 പോയിന്റും കൂടെ അവിടെ ആഡ് ചെയ്യാം. എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ് സപ്ലൈ ഓഫ് വെയർഹൗസ്ഡ് ഗുഡ്സ്. എന്താണ്? വെയർഹൗസിലുള്ള ഗുഡ്സ് ടു എനി പേഴ്സൺ ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. ഹോം കൺസംഷന് മുമ്പേ വെയർഹൗസിൽ ഇരിക്കുന്ന ഗുഡ്സ് വെയർഹൗസിൽ വെച്ച് തന്നെ വിൽക്കുന്നത് എന്താണ്? സപ്ലൈയിൽ പെടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ GST ചുമത്തില്ല. ഓക്കെ, ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി ടു എനി അതർ പേഴ്സൺ. ആരാണ് കൺസൈനി? ഞാനിപ്പോ ഓസ്ട്രേലിയയിലാണ്, ഞാൻ നിങ്ങളുടെ കൺസൈനർ ആണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് മേടിച്ചു. ഓക്കെ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മിഷനറി മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ആ സാധനം ഇമ്പോർട്ട് ചെയ്യുന്ന സമയം ആരാണ് കൺസൈനി, ആരാണ് കൺസൈനർ? ആരാണ് കൺസൈനി, ആരാണ് കൺസൈനർ? കൺസൈനി ആരാ? അതെ, അപ്പൊ നിങ്ങളാണ് ഈ ഗുഡ്സ് വാങ്ങി, നിങ്ങളാണ് കൺസൈനി. അപ്പോ ഈ കൺസൈനി ഗുഡ്സ് എന്ത് ചെയ്യണം? സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ ദ കൺസൈനി ടു എനി അതർ പേഴ്സൺ ബൈ എൻഡോഴ്സ്മെന്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. എന്താണ്? ഓണർഷിപ്പ് എൻഡോഴ്സ് ചെയ്ത് മറ്റൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ, ആഫ്റ്റർ ദ എപ്പോ കൈമാറുകയാണെങ്കിൽ ആഫ്റ്റർ ദ ഗുഡ്സ് ഹാവ് ബീൻ ഡിസ്പാച്ച്ഡ് ഫ്രം ദ പോർട്ട് ഓഫ് ഒറിജിൻ. ഏതാണ്? ഓസ്ട്രേലിയയിൽ നിന്നും ഈ സാധനം പുറപ്പെട്ടതിന് ശേഷം. എന്റെ എക്സാമ്പിളിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്നും ഈ സാധനം പുറപ്പെട്ടതിന് ശേഷം, ബട്ട് ബിഫോർ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. ഹോം കൺസംഷന് മുമ്പ് എന്ത് ചെയ്യണം? ഞാൻ ഇതിന്റെ ഓണർഷിപ്പ്, ഇതിന്റെ ടൈറ്റിൽ മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ടൈറ്റിൽ എന്ത് ചെയ്യണം? മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ക്ലിയർ അല്ലേ? ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും നിങ്ങളുടെ മെഷീനറി കയറ്റി വിട്ടു. എന്നിട്ട് ഇത് ഹോം കൺസംഷന് മുമ്പ്, ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അതിന്റെ ടൈറ്റിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവിടെ എന്തായി? അതിനെ നമ്മൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ലിസ്റ്റിൽ പെടും. അങ്ങനെയാണെങ്കിൽ അവിടെ GST ചാർജ് ചെയ്യോ? GST ചാർജ് ചെയ്യോ? ഇല്ലല്ലോ. ഇമ്പോർട്ടിന്റെ മുകളിലുള്ളത് ഉണ്ടാവും. ഓക്കെ, നമ്മൾ അവിടെ ഒരു പ്രൊവിഷൻ പഠിച്ചായിരുന്നു, ഓർമ്മല്ലേ? ട്രാൻസാക്ഷൻ വാല്യൂ ഓർ അസബിൾ വാല്യൂ, ഓർക്കുന്നുണ്ടോ? വിച്ച് ഈസ് ഹയർ? ഒരു 25 ലക്ഷം 30 ലക്ഷത്തിന്റെ ഒരു പ്രോബ്ലം ഓർമ്മ ഉണ്ടല്ലോ. ആ കേസ് അത്രേ ഉള്ളൂ കേസ്. ഇനി GST കോമ്പൻസേഷൻ സെസ് ആപ്ലിക്കബിൾ ഗുഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് കോള്, പാൻ മസാല, ടൊബാക്കോ, എയറേറ്റഡ് ഡ്രിങ്ക്സ്, മോട്ടോർ വെഹിക്കിൾ, അതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല, ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ അന്ന്? ആണല്ലോ. 3 ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, ചെയ്യല്ലേ? റെഡി അല്ലേ? എക്സ് ട്രാൻസ്പോർട്ട് കമ്പനി ഇമ്പോർട്ടഡ് റോൾസ് റോയ്സ് കാർ. ഇത് റോൾസ് റോയ്സ്. എക്സ് ട്രാൻസ്പോർട്ട് മാറിയിട്ട് നിങ്ങൾ ഓരോരുത്തരും റോൾസ് റോയ്സ് ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചോ? ഓക്കെ, ഭാവിയിൽ നമ്മൾ റോൾസ് റോയ്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഔട്ട്പുട്ട് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ റോൾസ് റോയ്സ് കാർ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാ? providing output services by way of transportation of passengers. Okay, by way of transportation of passengers.
ആ ഷോ ഓഫ് ആയിട്ട് തോന്നാം, പക്ഷെ ഇതല്ല. ഇതെന്താണ്? ഔട്ട്പുട്ട് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആണ്. ഈ കാര്യം എവിടെങ്കിലും നമ്മൾ പറഞ്ഞിരുന്നോ? ഔട്ട്പുട്ട് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ഈ പോയിന്റ് ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ? നോക്കാം. ആ മറ്റേത് ഏതാന്നാ ചോദിച്ചത്? ആ മറ്റേത് ഉണ്ടല്ലോ, അതേതാ സൗമിത്തെ? ബാക്കിയും കൂടെ പറയാം. ഓക്കെ. ഫോളോയിങ് ആർ ദ കോസ്റ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ അസബിൾ വാല്യൂ എത്രയാണ്? 3 കോടി അല്ലെ? 3 കോടി. കസ്റ്റംസ് ഡ്യൂട്ടി 10%, IGST 28%, കോമ്പൻസേഷൻ സെസ് 20%. X transport company is eligible to take input tax credit and have output IGST liability of INR 120 lakh. Okay. ITC ആഡ് ചെയ്യേണ്ടതാണോ? അങ്ങനെ ആയിരുന്നോ? ഔട്ട്പുട്ട് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് എന്തായിരുന്നു? ITCയുടെ സെക്ഷനിൽ ഉണ്ടായിരുന്നു. അതിൽ ഏത് സെക്ഷനിലായിരുന്നു എന്ന് എന്റെ ചോദ്യം. ഏത് ഏരിയയിലായിരുന്നു? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഓർമ്മ ഉണ്ടോ? 17 സബ്സെഷൻ 5. ആ 17 സബ്സെഷൻ 5. അതിലെന്താ പറഞ്ഞത്? സൗമിത്ത് റൂളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് സെക്ഷൻ 17 സബ്സെഷൻ 5 മോട്ടോർ വെഹിക്കിൾ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ എന്തായിരുന്നു? നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13 ആണെങ്കിൽ അതിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ അത് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നില്ലേ? മോട്ടോർ വെഹിക്കിൾ മറന്നോ? നിങ്ങൾ ഈ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഒക്കെ മറന്നോ? ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ലേ? ഉണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലാത്ത എന്തൊക്കെയായിരുന്നു? അതൊക്കെ സൗമിത്ത് ആ ഏരിയയാണ്, സമ്മതിച്ചു. ഏരിയ ഒന്നുമല്ല ഞാൻ പറഞ്ഞു, ഏരിയ ഒന്നുമല്ല പ്രശ്നം പറഞ്ഞ. ഞാൻ ചോദിക്കുന്നത് ബ്ലോക്കഡ് എത്തി. ഇപ്പൊ ബ്ലോക്കഡ് എത്തി, സമ്മതിച്ചു. ഇനി ഈ ബ്ലോക്കഡില് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലാതെ എന്തൊക്കെയായിരുന്നു? എടോ ഞാനും മറന്നുപോയി, ഒന്ന് ഓർമ്മിപ്പിക്കേ. എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞ എന്തൊക്കെയായിരുന്നു? എച്ചിടാനും ഇട്ടിടാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടാ? എടാ ബ്ലോക്ക്ഡ് ക്രെഡിറ്റിൽ ഞാൻ ചോദിക്കുന്നത് കാറിന്റെ കാര്യം മാത്രമാണ്. കാറിന്റെ കേസില് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലാതെ എന്തിനൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിരുന്നത്? ബാക്കി കുറച്ച് കേസുകൾ ബ്ലോക്ക്ഡ് ആണല്ലോ അല്ലെ? മോട്ടോർ വെഹിക്കിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13% ആണെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഫർദർ സപ്ലൈയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളോ അല്ല എങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സോ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിരുന്നു. ഓക്കെ, ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, കിട്ടും. പോട്ടെ. എന്താണ് ഈ കേസിൽ? എക്സ് ട്രാൻസ്പോർട്ട് കമ്പനി ITC എലിജിബിൾ ആണല്ലോ? ITC എലിജിബിൾ ആണ് ആൻഡ് ഹാവ് ഔട്ട്പുട്ട് IGST ലയബിലിറ്റി ഓഫ് INR 120 lakh. കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി ടുവേർഡ്സ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് GST ലയബിലിറ്റി. പറഞ്ഞേ, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ആദ്യം ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി കണ്ടുപിടിച്ചേ. എത്ര കിട്ടി? സോറി, അത്ര സ്പീഡിൽ ചോദിക്കുന്നില്ല. എത്ര കിട്ടും നോക്കി പറഞ്ഞേ. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി പേയബിൾ എത്രയാ?
33 ലക്ഷം. ഓക്കെ, ടാക്സ് എത്രയാ? എടാ എല്ലാരും ചെയ്യുന്നില്ലേ? ബാക്കിയുള്ളവരൊന്നും ആൻസർ കിട്ടിയിട്ടില്ല. കോമ്പൻസേഷൻ സെസ് എത്രയാ? സോമിത്ത് പറയട്ടെ കേട്ടോ ഫസ്റ്റ്. സോമിത്തെ, കോമ്പൻസേഷൻ സെസ് എത്രയാ? കോമ്പൻസേഷൻ സെസ് ഈ ക്വസ്റ്റ്യനിൽ എത്രയാ വരിക? കോമ്പൻസേഷൻ സെസ് 20% അല്ല ഞാൻ ചോദിച്ചത്. അതിന്റെ എമൗണ്ട് എത്രയാ? ഏതിന്റെ മുകളിൽ കമ്പ്യൂട്ട് ചെയ്യാം? അങ്ങനെയാണോ നമ്മൾ എഴുതിയ? അത് ഞാൻ ചോദിച്ചേ. അവിടെ നിൽക്കട്ടെ, ഞാൻ അടുത്ത ആളോട് ചോദിക്കട്ടോ. ഇനി ആരാ? അജന്യ പറഞ്ഞേ നോക്കട്ടെ, ഏതാ എമൗണ്ട്? ക്ലാസ് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാലോ. തെറ്റിക്കോട്ടെ, പറ. GST മുകളിലാണോ 20%? ആണോ? ആരെങ്കിലും പറ, GST മുകളിലാണോ 20%? അതോ നമ്മള് GST കമ്പ്യൂട്ട് ചെയ്തതിന്റെ മുകളിലാണോ? കസ്റ്റംസ് അടക്കമുള്ള ടോട്ടൽ അല്ലെ, അസബിൾ വാല്യൂ പ്ലസ് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് ആണല്ലോ അല്ലെ? ടോട്ടൽ വാല്യൂ പ്ലസ് എല്ലാ ഡ്യൂട്ടിയുടെ മുകളിലും GST എന്തിന്റെ മുകളിലാണോ ചുമത്തുന്നത് അതിന് മുകളിൽ തന്നെയാണ് കോമ്പൻസേഷൻ സെസ്സും ചുമത്തുക. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. രണ്ടാമത്തെ ചോദ്യം അതന്നെ ആയിരുന്നില്ലേ? രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തായിരുന്നു? കോമ്പൻസേഷൻ സെസ് കാണാനുണ്ടായിരുന്നു. നമ്മൾ ഈ 111ന്റെ മുകളിൽ 11.1 കണ്ടേ? ഓർമ്മ വന്നോ? കിട്ടാത്തവര് തെറ്റിക്കോട്ടെ, ഇപ്പൊ തെറ്റിക്കുക, പരീക്ഷയ്ക്ക് തെറ്റിക്കാതിരുന്നാ മതി. ക്ലിയർ? ഓർമ്മ വന്നോ? ഓക്കെ, അപ്പൊ എന്തിന്റെ മുകളിൽ കാണാം? എത്ര മുകളില? 33 ലക്ഷത്തിന് മുകളിൽ അല്ലെ? എത്ര വരും? എത്ര വരും? 66,000. സോമിത്തെ കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ബാക്കിയുള്ളവര് കിട്ടി? അപ്പോ ഇനി നെറ്റ് GST ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ്?
നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ട് അല്ലെ? ഈ GST കോമ്പൻസേഷൻ സെസ്സുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, GST ഔട്ട്വേർഡ് ലയബിലിറ്റി ആയിട്ട് പറ്റില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് IGST ലയബിലിറ്റി കാണുമ്പോൾ എത്രയായിരിക്കും നെറ്റ് IGST ലയബിലിറ്റി? ഔട്ട്പുട്ട് IGST ലയബിലിറ്റി മാത്രമേ ഉള്ളൂ തന്നത്, 120 ലക്ഷം. ഓക്കെ, കോമ്പൻസേഷൻ സെസ്സുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? ആ പോയിന്റ് ഓർത്ത് വെക്കുക. കോമ്പൻസേഷൻ സെസ്സുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി GSTയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റി 120 ലക്ഷമാണെങ്കിൽ ITC ഇവിടെ എത്ര ഉണ്ട്? എത്രയാണോ നെറ്റ് GST ലയബിലിറ്റി വരിക? ടാക്സ് ലയബിലിറ്റി എത്ര വരും? എന്റെ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇൻവാർഡ് എന്തായിരിക്കും? എന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിരിക്കും അല്ലെ? എന്റെ ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി 120 ലക്ഷം തന്നിട്ടുണ്ട്. ഈ 120 ലക്ഷത്തിൽ നിന്നും ഞാനിപ്പോ അടച്ച GST എത്രയാണോ അത് കുറയ്ക്കുക. എത്രയാണ് GST? എന്താണോ പ്രശ്നം? 120 ലക്ഷം. ഓക്കെ, ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി ആണല്ലോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്രയാണ് നമ്മളെ GST എമൗണ്ട്? 93,24,000. അപ്പൊ നെറ്റ് ലയബിലിറ്റി എങ്ങനെ കാണുക? എന്തുള്ളൂ, ഇത് കുറച്ചാ പോരെ? എത്രയാണ്? 26,76,000. കോമ്പൻസേഷൻ സെസ് അങ്ങനെ തന്നെ കിടക്കും. ഇനി ഔട്ട്വാർഡ് കോമ്പൻസേഷൻ സെസ് പേബിൾ ആയി വരുമ്പോൾ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് വെഹിക്കിൾ 3 കോടി, കസ്റ്റംസ് ഡ്യൂട്ടി 10%, 30 ലക്ഷം, സോഷ്യൽ വെൽഫെയർ സർചാർജ് 10%, 30 ലക്ഷത്തിന്റെ 3 ലക്ഷം, ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി 33 ലക്ഷം, ടോട്ടൽ കോസ്റ്റ് ആഫ്റ്റർ കസ്റ്റംസ് ഡ്യൂട്ടി 3 കോടി 33 ലക്ഷം, IGST 28%, 93,24,000, കോമ്പൻസേഷൻ സെസ് 20%, 66,60,000, ടോട്ടൽ കോസ്റ്റ് 4,92,84,000 രൂപ. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ടു സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഔട്ട്പുട്ട് IGST ഈസ് INR 93,24,000. Compensation cess paid cannot be set off against output tax liability of IGST. IGST ആയിട്ട് കോമ്പൻസേഷൻ സെസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇനി ടോട്ടൽ ടാക്സ് പേബിൾ ബൈ എക്സ് ട്രാൻസ്പോർട്ട് കമ്പനി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് IGST ITC ഈസ് ₹26,76,000, 120 മൈനസ് 93.24. ഇത്രയേ ഉള്ളൂ കേസ്. ഇനി പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി? എ ഡ്യൂട്ടി imposed on imported goods for the protection of the interests of any industry established in India on the recommendation of Tariff Commission. എന്താണ്? ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ മുകളിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചുമത്തുന്ന ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ഓക്കെ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് മുകളിൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. ഓക്കെ, ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി ആൻഡ് ഇൻക്ലൂസീവ് ഓഫ് ദ ഡേറ്റ് ഇഫ് എനി സ്പെസിഫൈഡ് ഇൻ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് താരിഫ്. താരിഫിലെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ ഡേറ്റ് മാത്രം മുതലാണ് ഇത് എഫക്റ്റീവ് ആവുക, പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എഫക്റ്റീവ് ആവുക. ഇത്രേ ഉള്ളൂ കേസ്. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടിയിൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഡയറക്ട്ലി എത്രയാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് തരും, അത്രേ ഉണ്ടാവും. ഓക്കെ, ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി.
എടാ എല്ലാവരും നമ്മളെ മോക്ക് ടെസ്റ്റ് എല്ലാവരും എഴുതിയിരുന്നോ? എല്ലാവരും എഴുതിയോ മോക്ക് ടെസ്റ്റ്? മോക്ക് ടെസ്റ്റ് എല്ലാവരും എഴുതിയിരുന്നോ? ഐ മീൻ മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും നോക്കിയിരുന്നോ? ആ എഴുതാനൊന്നുമില്ല. ആ ഐ മീൻ എല്ലാവരും നോക്കിയിരുന്നോ? എങ്ങനെയുണ്ട്? സൂപ്പർ. കിട്ടുന്നില്ല ഒരു ഇതൊക്കെ? ബാക്കിയുള്ളവര് എല്ലാവരും നോക്കിയിരുന്നോ? ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലായില്ലേ? ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി നിങ്ങൾ പഠിക്കാത്ത പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെയാണോ? അപ്പൊ ഇനി ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുണ്ടോ? പഠി പഠിക്കാത്ത പ്രശ്നം അതാ ആര് ചെയ്യേണ്ടതാ? അതാര് ക്ലിയർ ചെയ്യേണ്ട? ആ അപ്പൊ നിങ്ങളങ്ങ് ചെയ്താൽ മതി അല്ലേ? ആ പ്രശ്നം അത്രല്ലേ ഉള്ളൂ. ഈസി അല്ലേ? ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാ? എടാ ഈ ജി എസ് ടി അല്ലാത്ത ബാക്കിയുള്ള പേപ്പർ എന്തൊക്കെയായിരുന്നു? അതൊക്കെ എങ്ങനെയുണ്ട് എല്ലാം? കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായിട്ടാണോ തോന്നിയത്, എളുപ്പമായിട്ടാണോ തോന്നിയത്? ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയവർ ഓഡിറ്റ് കുഴപ്പമില്ല. പിന്നെ എഫ് എം എഴുതി നോക്കിയവരുണ്ടോ? ആ കോസ്റ്റ് കുഴപ്പമില്ല. ഡി ടി ട്രൈ ചെയ്തിരുന്നോ? ഡയറക്ട് ടാക്സ് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്നവർ പഠിച്ചു കഴിഞ്ഞ് നോക്കാച്ചിട്ടാണോ? അങ്ങനെ നോക്കിയാൽ മതി. അല്ല വെച്ചാല് അതിന്റെ ഒരു മോഡൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇന്ന ഏരിയ നിന്നാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം കിട്ടില്ലായിരിക്കും, പക്ഷെ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാവല്ലോ, ഏത് ഏരിയ എന്ന് മനസ്സിലാവല്ലോ. അപ്പൊ അതിൽ നിന്നും ആ ആ ഏരിയ ആദ്യം പഠിച്ചു കഴിഞ്ഞ് നേരെ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അങ്ങനെ ചെയ്തു നോക്ക്. ഓക്കെ, ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ അമിതമായ ഇമ്പോർട്ട് പുറത്തു നിന്നും, നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്നും അമിതമായ ഇമ്പോർട്ടിനെ തടയാൻ വേണ്ടിയിട്ടാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുന്നത്. അമിതമായ ഇമ്പോർട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യും? നമ്മളുടെ ഇൻഡസ്ട്രീസിന് അത് സീരിയസ് ആയിട്ട് ബാധിക്കും. ഓക്കെ, നമ്മളുടെ ഇൻഡസ്ട്രീന് അത് ഇഞ്ചുറി ഉണ്ടാകും. അപ്പോ ആ കേസിൽ നമ്മളെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, ഈ ഇൻക്രീസ്ഡ് ഇമ്പോർട്ട് കാരണം ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന പ്രഷർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് ഏത് ഡ്യൂട്ടി? ഏത് ഡ്യൂട്ടി? സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഓക്കെ, സേഫ് ഗാർഡ് ഡ്യൂട്ടി പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. ദ ഡ്യൂട്ടി ഇമ്പോസ്ഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി ഇൻ ഫോഴ്സ് ഫോർ, ഇതിന്റെ ടൈം ലിമിറ്റ് ആണ് പറയുന്നത്, എത്ര കാലത്തേക്കാണ് ഇത് ചുമത്തുക എന്നുള്ളതാണ്. 4 കൊല്ലം. 4 കൊല്ലത്തേക്കാണ് ഇത് ചുമത്തുക. 10 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, 10 കൊല്ലം വരെ. ഇങ്ങനെ 4+6 ടോട്ടൽ 10 കൊല്ലം വരെ. ക്ലിയർ? അപ്പൊ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്തിനാ? സീരിയസ് ഇഞ്ചുറി തടയാൻ വേണ്ടി. സീരിയസ് ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളുടെ ഇൻഡസ്ട്രീസിന് ഇഞ്ചുറി ഉണ്ടാവുക? നമ്മൾ അമിതമായ ഇമ്പോർട്ട് നടത്തുമ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിന് സാധനം വിൽക്കാതെ അത് ഇന്ത്യക്ക് ഒരു പ്രോബ്ലം ആയിട്ട് മാറും. അതുകൊണ്ട് ആ കേസിൽ അഡീഷണൽ ആയിട്ട് ഡ്യൂട്ടി ചുമത്തും. ഓക്കെ, അതാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവിഷണൽ ആയിട്ട് ചുമത്താൻ പറ്റും. പ്രൊവിഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊവിഷണലിന്റെ അർത്ഥം എന്താ? പ്രൊവിഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊവിഷണൽ എന്നുള്ളതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ?
പ്രൊവിഷണൽ അസസ്മെന്റ് ഒക്കെ കേട്ടില്ലേ? മാറ്റി വെച്ചതാണോ അതോ താൽക്കാലികം എന്നുള്ള അർത്ഥമാണോ? താൽക്കാലികമായിട്ട് എന്നാണോ? എന്റെ അഭിപ്രായത്തിൽ താൽക്കാലികമായിട്ടാണെന്നാണ്. ഓക്കെ, ഇനി അങ്ങനെ അർത്ഥം ഉണ്ടോ? ഉണ്ടാവാം. ഉണ്ടോ? ഓക്കെ. അപ്പോ താൽക്കാലികമായിട്ട് നമ്മൾ ചുമത്തുന്ന ഡ്യൂട്ടി, എന്ത് സേഫ് ഗാർഡ് ഡ്യൂട്ടി നമുക്ക് താൽക്കാലികമായിട്ട് ചുമത്താം. അത് 200 ദിവസം വരെയാണ് ചുമത്തുക. അപ്പോ എങ്ങനെയാണ് പീരീഡ്? 200 ദിവസം സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുക. 4 കൊല്ലത്തേക്കാണ്. 4 കൊല്ലം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. എത്ര കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം? എത്ര കൊല്ലം വരെ? നമ്മൾ ഈ വൺ വേർഡിൽ ഇതൊന്നും മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇത് പറയുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചോളാം. ഇനി ഇത് കാണുമ്പോൾ ഓർമ്മ വരാം. 4 + 6 10 കൊല്ലം. ഓക്കെ. അപ്പോ ആൻഡ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വിത്ത് ദ ടോട്ടൽ പീരീഡ് ഓഫ് ലെവി നോട്ട് എക്സീഡിംഗ് 10 years. 10 കൊല്ലം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഷാൾ നോട്ട് അപ്ലൈ ടു ആർട്ടിക്കിൾസ് ഇമ്പോർട്ടഡ് ബൈ 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്. 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റിന്റെ എന്ത് അപ്ലിക്കബിൾ അല്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ അല്ല. പിന്നെ ഫ്രീ താരിഫ് സോണിനും അതേപോലെ സ്പെഷ്യൽ എക്കണോമിക് സോണിനും എന്താണ്? സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ അല്ല. ഓക്കെ. ഇനി അടുത്ത കേസ് ഇത്രേ ഉള്ളൂ. നമ്മള് when shall the safeguard duty under section 8B of Customs Tariff Act 1975 are not imposed? Okay, the safeguard duty എപ്പോഴാണ് ചുമത്താത്തത് എന്നുള്ളതാണ്. ഈ 100% എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്, ഫ്രീ താരിഫ് സോൺ, അതേപോലെ സ്പെഷ്യൽ എക്കണോമിക് സോണിന് പുറമെ ബാക്കി ഏത് കേസിലാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താത്തത് എന്നുള്ളതാണ്. ഓക്കെ, അതും ചുമത്താത്ത കേസാണ്. പ്ലസ് എങ്ങനെയാണ്? നമ്മൾ ഡെവലപ്പിംഗ് കൺട്രി, ഓക്കെ, ഡെവലപ്ഡ് കൺട്രി ഉണ്ടല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വസ്തു. ആ വസ്തുവിന്റെ ഇമ്പോർട്ട് ഇന്ത്യയിലുള്ള മൊത്തം ഇമ്പോർട്ടിന്റെ 3% മുകളിൽ ആവാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയാണ്. ഒരു ആർട്ടിക്കിള് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും വരികയാണെങ്കിൽ അത് ഇന്ത്യയിലുള്ള മൊത്തം ഇമ്പോർട്ടിന്റെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫോൺ ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. ഈ ഫോണ് ഇന്ത്യയുടെ മൊത്തം ഇമ്പോർട്ടിന്റെ, ഒരു മിനിറ്റ് ഇടാ, ഓക്കെ. അപ്പോ ഈ ഫോണ് ഇന്ത്യയിലുള്ള മൊത്തം ഈ ഫോണിന്റെ ഇമ്പോർട്ടിന്റെ എത്ര ശതമാനത്തിന് മുകളിലാവാൻ പാടില്ല? എത്ര ശതമാനത്തിന് മുകളിലാവാൻ പാടില്ല? 3% മുകളിൽ. ഇനി ഇത് തന്നെ ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരെ ഞാൻ ഓരോ ഡെവലപ്പിംഗ് കൺട്രി ആക്കി മാറ്റി എന്ന് വിചാരിച്ചു. ഓക്കെ, മഞ്ജു ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, വർഷ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, സീതു ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, സോമിത്ത് മറ്റൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇങ്ങനെ ഒരുപാട് ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും മൊത്തം ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നുമുള്ള മൊത്തം ഇമ്പോർട്ട് 9% മുകളിൽ ആവാൻ പാടില്ല. ഇതിൽ ഈ 3% ഉൾപ്പെടുകയും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിള്, ഇപ്പോ എ, ബി, സി, ഡി എന്ന് പറഞ്ഞ 4 രാജ്യത്തിൽ നിന്നും, 4 ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ഞാൻ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു. ക്ലിയർ ആണ്? അപ്പോ ഇതിൽ എ 3% മുകളിലുള്ള കേസാന്ന് വിചാരിച്ചു. ഓക്കെ, സോമിത്ത് 3% മുകളിൽ സോമിത്തിന്റെ രാജ്യത്തിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? എ എന്ന് പറഞ്ഞ കൺട്രിയിൽ നിന്നും 3% മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്രോഡക്റ്റ് ഇന്ത്യയുടെ 100%, 3% മുകളിൽ ഈ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുവോ? ചുമത്തും. ഓക്കെ, 3% താഴെയാണെങ്കിൽ
അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തില്ല. അപ്പോ മൊത്തം ഒരു ആർട്ടിക്കിളിന്റെ ഇമ്പോർട്ടിന്റെ 3% താഴെ ആയിരിക്കണം ഇമ്പോർട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താതിരിക്കണമെങ്കിൽ. അപ്പൊ 3% മുകളിലാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ കേസാ പറയുന്നത്. ഇത് തന്നെ ഒന്നിലധികം രാജ്യങ്ങൾ അയക്കുകയാണെങ്കിൽ, ഇപ്പോ എ ബി സി ഡി ഇവരൊരു 10 ആർട്ടിക്കിൾ അയച്ചു, ഇവരൊരു 20 ആർട്ടിക്കിൾ അയച്ചു, ഇവരൊരു 30 ആർട്ടിക്കിൾ അയച്ചു. അങ്ങനെ ഈ പറയുന്ന 60 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്, 60 സാധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മൊത്തം ഇമ്പോർട്ടിന്റെ 9% മുകളിൽ ആവാൻ പാടില്ല. 9% താഴെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഡെവലപ്പിംഗ് കൺട്രിയുടെയും മുകളിൽ എന്ത് ചുമത്തില്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തില്ല. 9% മുകളിലാണെങ്കിൽ എല്ലാ ഡെവലപ്പിംഗ് കൺട്രിയുടെയും മുകളിൽ എന്ത് ചുമത്തും? സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തും. കുറച്ചെങ്കിലും ഐഡിയ ആയോ? എല്ലാം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കുറച്ചെങ്കിലും ഐഡിയ ആയോ? ഓക്കെ ആണല്ലോ? ഒരു പ്രോബ്ലം ചെയ്താൽ ക്ലിയർ ആവില്ലേ? ഒരു പ്രോബ്ലം ഒന്നല്ല 2 പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോ ഡിറ്റർമിൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേബിൾ ബൈ എക്സ് ലിമിറ്റഡ്. എന്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി പേബിൾ ബൈ എക്സ് ലിമിറ്റഡ്? എക്സ് ലിമിറ്റഡ് എത്ര സേഫ് ഗാർഡ് ഡ്യൂട്ടി അടയ്ക്കണം എന്നുള്ളതാണ് ചോദ്യം. ഫ്രം ദ ഫോളോയിങ്, എക്സ് ലിമിറ്റഡ് imported sodium nitrate from a developing country from 26th February 2015 to 25th February 2016. ഓക്കെ, സോഡിയം നൈട്രേറ്റ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും എക്സ് ലിമിറ്റഡ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് 26 ഫെബ്രുവരി മുതൽ 25 ഫെബ്രുവരി വരെ. ഓക്കെ, ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ്, രണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 26 25 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോ എത്ര ടോട്ടൽ? 50 കോടി ടോട്ടൽ ഇമ്പോർട്ട്. സോഡിയം നൈട്രേറ്റിന്റെ ടോട്ടൽ ഇമ്പോർട്ട് ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് കൺട്രി, ഈ ഡെവലപ്പിംഗ് കൺട്രി അടക്കം ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് 2500 കോടിയാണ്. 2500 കോടിയാണ്. ക്ലിയർ? സേഫ് ഗാർഡ് ഡ്യൂട്ടി 30% തന്നിട്ടുണ്ട്. Whether your answer is different in case of import of sodium nitrate from a developing country, rupees 80 crores. ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഇമ്പോർട്ട് ടോട്ടൽ 80 കോടി ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ആൻസറിന് വല്ല ചേഞ്ചും ഉണ്ടാവോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കൂടാ? $18 to $30 നോക്കണോ? ആ, നോക്കണം എന്നുള്ള കണ്ടീഷൻ എന്താ? കണ്ടീഷൻ പറ, എന്തായിരുന്നു കണ്ടീഷൻ? എന്തായിരുന്നു കണ്ടീഷൻ? എങ്ങനെയായിരിക്കും നോക്കുക? ഇവിടെ ഈ 50 കോടി 2500 കോടി ഒക്കെ തന്നിട്ടില്ലേ? ഇത് ഒരു രാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ? ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ആണല്ലോ അല്ലേ? അപ്പൊ എന്തെങ്കിലും നോക്കാനുണ്ടോ? സേഫ് ഗാർഡ് ഡ്യൂട്ടി വരണമെങ്കിൽ എവിടെ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഫുൾ സൈലന്റ് ആണല്ലോ. ആ, 3% താഴെയാണോന്ന് ഇങ്ങനെ നോക്കാം. എന്തിന്റെ 3% താഴെയാണോന്ന്? എന്തിന്റെ 3% താഴെയാണോന്ന് നോക്കാം. ടോട്ടൽ ഇമ്പോർട്ടിന്റെ ഏതാണ് ഇതിലെ ടോട്ടൽ ഇമ്പോർട്ട്? അതെ, ടോട്ടൽ ഇമ്പോർട്ട് ആണല്ലോ. അപ്പൊ എങ്ങനെ നോക്കും? 50 2500 എത്ര പെർസെന്റേജ് ആണ് എങ്ങനെ നോക്കാം നമ്മള്? 50 2500 എത്ര പെർസെന്റേജ് ആണ് എങ്ങനെ നോക്കാം? ആ, എത്ര ശതമാനം വന്നു? 50 divided by 2500.
2% അല്ലേ? 2%. ഇതിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണോ? 2% ആണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണോ? എടാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കേ. മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യാ? ആദ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് നമ്മളുടെ ടോട്ടൽ ഇമ്പോർട്ടിന്റെ 3% മുകളിലാണോ എന്ന് നോക്കുക. 3% മുകളിലാണെങ്കിൽ മാത്രമേ അവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഐ മീൻ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തുള്ളൂ. അങ്ങനെ 3% താഴെയാണെങ്കിൽ, ഒന്നിലധികം രാജ്യത്തിൽ നിന്നും, ഒന്നിലധികം ഡെവലപ്പിംഗ് കൺട്രികൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നുമുള്ള മൊത്തം ഈ 3% പെടാത്ത ഐറ്റംസ് മൊത്തം കൂട്ടിയാൽ ടോട്ടൽ 9% മുകളിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ മൊത്തത്തിന് മുകളിൽ അപ്ലിക്കബിൾ ആവും. ഓക്കെ, വലിയ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ നോക്കുക? ടോട്ടൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നുമുള്ള ഇമ്പോർട്ട്, അതിന്റെ ഈ രാജ്യത്തിന്റെ മൊത്തം ഈ പ്രോഡക്റ്റിന്റെ, സോഡിയം നൈട്രേറ്റ് എന്ന പ്രോഡക്റ്റിന്റെ മൊത്തം ഇമ്പോർട്ടിന്റെ എത്ര ശതമാനമാണെന്ന് നോക്കുക. എത്ര ശതമാനമാണെന്ന് നോക്കുക. അത് 3% താഴെയാണെങ്കിൽ അവിടെ എന്താ അപ്ലിക്കബിൾ അല്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ അല്ല. 3% മുകളിലാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണ്. അപ്പോ വർഷയും മഞ്ജു അല്ലാത്ത ആരെങ്കിലും ഒരാള് ഈ 80 crore ആവുമ്പോ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവോ അല്ലയോ? അവിടെ എത്ര പെർസെന്റേജ് വരുന്നുണ്ട്? പറ. മനസ്സിലാവാത്തവരുണ്ടോ? ആവോ? ആവില്ലേ? ആവുമല്ലോ. .2 ആണ്. 3.2 ആണെങ്കിൽ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവോ? എബോവ് 3% ആവും. അപ്ലൈ ചെയ്തോ. എത്ര വന്നു? എത്രയാണ് അവരുടെ ഇമ്പോർട്ട്? എത്രയാണ് അവരുടെ ഇമ്പോർട്ട്? എൺപത് ഇൻറ്റു 30% എത്ര വന്നടാ? 80 ഇൻറ്റു 30% എത്ര വന്നു? 24. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. സിൻസ് ഇമ്പോർട്ട് ഫ്രം ഡെവലപ്പിംഗ് കൺട്രി ഡസ് നോട്ട് എക്സീഡ് 3%, എന്ന് വെച്ചാൽ 2% ഉള്ളൂ ഓഫ് ടോട്ടൽ ഇമ്പോർട്ട് ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ ഇൻ ഇന്ത്യ. Safeguard duty is nil. In the given case, safeguard duty will be payable by X Limited. Safeguard duty 24 crore, 80 crore into 30%. Since import from a developing country exceeds 3%, 3.2%. Okay, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവര് എവിടെ? മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷനും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പോലത്തെ സിമ്പിൾ ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, ബട്ട് ഇങ്ങനത്തെയാണ് ഒന്നും കൂടെ എന്താ പറയാ, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ചോദ്യം. ഡിറ്റർമിൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേബിൾ ബൈ എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, സെഡ് ലിമിറ്റഡ് ആൻഡ് എ ലിമിറ്റഡ്. ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ടേ ചോദ്യം ചെയ്യാൻ? കുറച്ച് വലിയ ചോദ്യമാണ്, വേണ്ടേ? വേണല്ലോ. അപ്പോ ഡിറ്റർമിൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, സെഡ് ലിമിറ്റഡ്, എ ലിമിറ്റഡ് under section 8B of Customs Tariff Act 1975. വേണം. Import of sodium nitrate from developed countries from 26 February 2015 to 25 February 2016, both days inclusive, are as follows. അപ്പോ ഇമ്പോർട്ടർ, കൺട്രി ഓഫ് ഇമ്പോർട്ട് രണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ,
സേഫ് ഗാർഡ് ഡ്യൂട്ടി 30% തന്നിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയാണ് 70 കോടിയുണ്ട്. വൈ ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയാണ് 72 കോടി. സെഡ് ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയാണ് 52 കോടി. എ ലിമിറ്റഡ് ഡെവലപ്പിംഗ് കൺട്രിയാണ് 50 കോടി. അതേഴ്സ് ഡെവലപ്ഡ് കൺട്രിയാണ് 2256. ഇതിന് ഏതിനൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും? ഏതിനൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും? ഏതിനൊക്കെ അപ്ലിക്കബിൾ ആയിരിക്കും? എക്സെപ്റ്റ് അതേഴ്സ് എല്ലാത്തിനും അപ്ലിക്കബിൾ ആ? കാരണം ഇതെങ്ങനെ നോക്കാന്നറിയോ? ഇല്ലല്ലോ. 2500 എത്ര പെർസെന്റേജ്? 70. 2500 എത്ര പെർസെന്റേജ്? 70. പറയടോ. 2.8 അല്ലെ? 72 2500 എത്രയാ? 2.88. ഓക്കെ. 52 2.08. 50 2. ഇത് ആവശ്യമുണ്ടോ? ഇല്ല. ടോട്ടൽ എത്ര വരുന്നുണ്ട്? ഡെവലപ്പിംഗ് കൺട്രിയുടെ മുകളിലല്ലേ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവുന്നത്? ടോട്ടൽ എത്ര വരുന്നുണ്ട്? ഇതിലേതെങ്കിലും 3 ഫസ്റ്റ് ഏത് നോക്കണം? ഇതിലേതെങ്കിലും 3% മുകളിലുണ്ടോ നോക്കണം. ഏതെങ്കിലും കൺട്രി 3% മുകളിലുണ്ടോ? ഏതെങ്കിലും കൺട്രി 3% മുകളിലുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ. അതിനെന്തായാലും ഓൾറെഡി എന്ത് അപ്ലിക്കബിൾ ആണ്? സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ. 3% മുകളിലുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാതിന്റെയും കൂടെ ടോട്ടൽ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് മോർ ദാൻ 3% ആയിരുന്നു എന്ന് വിചാരിക്കാം ഫസ്റ്റത്തെ കേസിൽ. ഓക്കെ. എക്സ് ലിമിറ്റഡ് മോർ ദാൻ 3% ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈ ലിമിറ്റഡ്, സെഡ് ലിമിറ്റഡ്, എ ലിമിറ്റഡ് ഇതിന്റെ മൂന്നിന്റെയും കൂടെ ടോട്ടൽ അഗ്രിഗേറ്റിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ ഈ മൂന്നിനും അപ്ലിക്കബിൾ ആവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ 9.76 അല്ലെ? 9.76%. അങ്ങനെയാണെങ്കിൽ അവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണോ? ആണ്. ഏതിന്റെ മുകളിൽ അപ്ലിക്കബിൾ? ഏതിന്റെ മുകളിൽ അപ്ലിക്കബിൾ? എല്ലാതിന്റെയും മുകളിൽ. അപ്പൊ എക്സ് ലിമിറ്റഡിന്റെ 70ന്റെ മുകളിൽ 30%, വൈ ലിമിറ്റഡിന്റെ 72ന്റെ മുകളിൽ 30%, 52ന്റെ മുകളിൽ 30%, 50ന്റെ മുകളിൽ 30%. ഓക്കെ. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? ടോട്ടൽ ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഓരോ കൺട്രിയുടെയും ആണ് കേട്ടോ, ടോട്ടൽ അല്ല വേണ്ടേ. ഓരോ കൺട്രിയുടെയും എത്ര 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 ടോട്ടലായിട്ടല്ലല്ലോ അടയ്ക്കാനുള്ളത്. 21, 21.6. പിന്നെ ഓരോ പാർട്ടി ഇമ്പോർട്ട് ചെയ്തതല്ലേ, ഓരോ കേസിൽ അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നോക്കുന്നത്. 15.6, 15 എത്രയാണോ? അത്രയല്ലേ ഉള്ളൂ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സാധനം ക്ലിയർ അല്ലേ? 21, 21.6, 15.6, 15. ഓക്കെ.
articles originating from more than one developing country and imports from each developing country is less than 3%. Safeguard duty can be imposed if imports from all such developing country taken together exceeds 9% of total imports. Okay. Rule case. In example 6, determine the safeguard duty payable by X Limited, Y Limited, and Z Limited and A Limited under Section 8B of Customs Tariff Act 1975 from the following. Import of sodium nitrate from developing and developed countries 26th February മുതൽ 25th February വരെ. Importer, country of importer in crores. X Limited developing country 70, Y Limited developing country 82, Z Limited developing country 52, A Limited developing country 50, developed country 2246, total 2500. ഓരോന്നും കണ്ടുപിടിച്ചേ. നേരത്തെ തന്നെയാണോ? 70/2500 നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ആയിരുന്നു. എക്സെപ്റ്റ് വൈ ലിമിറ്റഡ് അല്ലേ? അപ്പൊ 2.8, 2.082, 2.8, 2.082. രണ്ടാമത്തെ കേസ് എന്താ? 3.28 അല്ലെ? എല്ലാരും എത്തിയോ? 3.28. ഇതിലേതിലൊക്കെയാണ് സേഫ്ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവുക? ഇതിലേതൊക്കെയാണ് സേഫ്ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവുക? വൈ ലിമിറ്റഡ് മാത്രം സേഫ്ഗാർഡ് ആണോ? വൈ മാത്രമേ ഉള്ളൂ? വൈ ലിമിറ്റഡ് മോർ ദാൻ 3% ആണല്ലോ. അപ്പൊ ഇതിന് സേഫ്ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സമ്മതിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇത്രയും ചെയ്താൽ മതിയോ? 3% മുകളിലാണോ എന്ന് കണ്ടുപിടിച്ചാൽ മതിയോ? പരിപാടി കഴിഞ്ഞോ? ആ, ബാക്കി ടോട്ടൽ നോക്കണം അല്ലെ? ബാക്കി ടോട്ടൽ എത്രയാ? 6.88 അല്ലെ? 6.88. അപ്പൊ 6.88 എന്ന് പറയുന്നത് 9% താഴെയാണല്ലോ. 9% താഴെയാണല്ലോ. അപ്പൊ അവിടെ ഒന്നും എന്ത് ചെയ്യണ്ട? സേഫ്ഗാർഡ് ഡ്യൂട്ടി ചുമത്തേണ്ട കാര്യമില്ല. ക്ലിയർ? അപ്പൊ ഇതിന്റെ സേഫ്ഗാർഡ് ഡ്യൂട്ടി എത്ര വരിക? എമൗണ്ട് 24.6 അല്ലെ? 24.6. എല്ലാവർക്കും കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. 2.8, 2.08, 2. ഇത് 3.28, 3.28. ഇവിടെ എന്താ അപ്ലിക്കബിൾ ആണ്? സേഫ്ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണ്. സേഫ്ഗാർഡ് ഡ്യൂട്ടി 24.60 കണ്ടുപിടിച്ചു. ആർട്ടിക്കിൾസ് ഒറിജിനേറ്റിംഗ് ഫ്രം more than one developing country, each with less than 3% of import share, then the aggregate of imports from all such countries taken together does not exceed 9%. In the given case, 6.88% of the total import of that article into India. Therefore, safeguard duty is not applicable to X Limited, Y Limited, A Limited. സംഭവം കത്തിയല്ലോ. റൂൾ സേഫ്ഗാർഡ് ഡ്യൂട്ടിയുടെ കഥ ഈസി. ഓക്കെ അല്ലേ?
ഇനി ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. അതിന് മുമ്പേ നമുക്ക് കസ്റ്റമൈസ്ഡ് ഡ്യൂട്ടി, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഫോർ ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ്. എന്താണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി? ഡ്യൂട്ടി ലെവിഡ് ഇഫ് ദ ഗുഡ്സ്. എന്താണ്, എപ്പോഴാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾസ് ചുമത്തുക? എപ്പോഴാണ് ചുമത്തുക? ഇഫ് ദ ആർട്ടിക്കിൾസ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ ഗെറ്റിംഗ് ദ സബ്സിഡീസ് ഫ്രം അതർ കൺട്രി. മറ്റൊരു രാജ്യത്ത് നിന്നും സബ്സിഡി കിട്ടിക്കൊണ്ടാണ് ഇന്ത്യയിലോട്ട് എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഓക്കെ, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്? GST-ലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഐ മീൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ദ എമൗണ്ട് ഓഫ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഷാൾ നോട്ട് എക്സീഡ്. എന്താണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി? ഒരിക്കലും സബ്സിഡി പേ ചെയ്തതിനേക്കാൾ കൂടുതലാവരുത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചുമത്തുന്നത്? സബ്സിഡി നൽകുന്നത് കൊണ്ട് ആ എമൗണ്ട് എത്രയാണോ സബ്സിഡി കിട്ടിയത് അതിന് മുകളിൽ ആ ഒരു ഡിഫറൻസ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചുമത്തുന്നത്. അപ്പൊ ആ സബ്സിഡിയേക്കാൾ മുകളിൽ ചുമത്താൻ പാടുമോ? ഓക്കെ, ഞാനിപ്പോ ഓസ്ട്രേലിയയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഗുഡ്സ് അയക്കാണ്, എനിക്കിവിടെ സബ്സിഡി കിട്ടി, 100 രൂപയുടെ സാധനം 80 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, അപ്പോ ഈ 20ന്റെ മുകളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ 20 ഡിഡക്ഷൻ കിട്ടിയതിന് മുകളിൽ ചാർജ് ചെയ്യുന്നത് ശരിയാണോ? മനസ്സിലായോ? എടാ, 100 രൂപയുടെ ഒരു സാധനം ഞാൻ വിൽക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി? സബ്സിഡി കിട്ടി. 80 രൂപ ആയി, 20 രൂപ എനിക്ക് സബ്സിഡി കിട്ടി. അങ്ങനെ എനിക്ക് നെറ്റ് 80 രൂപയ്ക്കാണ് ഞാൻ ആ സാധനം നിങ്ങൾക്ക് തരുന്നത്. അങ്ങനത്തെ കേസിൽ എന്റെ മുകളിൽ ചുമത്തുന്നത് ഈ 20നേക്കാൾ മുകളിലാവുന്നത് ശരിയാണോ? മാക്സിമം എത്ര വരെയാണ് ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സബ്സിഡി കിട്ടിയ എമൗണ്ട് വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് 20 ആണെങ്കിൽ ഈ 20 വരെ. ക്ലിയർ? ഇനി ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയുടെ കേസിൽ ഇത് അപ്ലിക്കബിൾ ആവുന്ന 5 years ആണ്. ഓക്കെ, 5 + 5. ഓക്കെ, നേരത്തെ കേസിൽ എന്തായിരുന്നു? സേഫ് ഗാർഡ് ഡ്യൂട്ടി എങ്ങനെയായിരുന്നു? 4 + 6. രണ്ടും നെറ്റ് എത്രയാണ്? 10 ആണ്. രണ്ടും നെറ്റ് 10 ആണ്. പക്ഷെ ഒന്ന് 4 + 6 ആണ്, മറ്റേത് 5 + 5 ആണ്. ഓക്കെ, ഇനി ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. എന്താണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി? ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് എ പർട്ടിക്കുലർ കൺട്രി. എന്താണ്? ഓരോ രാജ്യത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? ഇത് ചുമത്തുക. ഓക്കെ, വേർ എനി ആർട്ടിക്കിൾസ് എക്സ്പോർട്ടഡ് ബൈ ആൻ എക്സ്പോർട്ടർ ടു ഇന്ത്യ അറ്റ് ലെസ് ദാൻ ഇറ്റ്സ് നോർമൽ വാല്യൂ. എന്ത്? നമ്മളെ പറയാം. അപ്പോൺ ദി ഇമ്പോർട്ടേഷൻ ഓഫ് such an article into India, the central government may impose an anti-dumping duty. Okay, എന്താണ്? ഇപ്പൊ നോർമലി ഒരു സാധനം എക്സ്പോർട്ടറുടെ കൺട്രിയിൽ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ച്, ഓക്കെ, എക്സ്പോർട്ടറുടെ കൺട്രിയിൽ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ചിട്ടാണ് ഇങ്ങോട്ട് വിൽക്കുന്നത് എങ്കിൽ അത് ശരിക്കും ശരിയായിട്ടുള്ള രീതിയാണോ? ആണോ? അങ്ങനെ നോർമൽ വാല്യൂവിനേക്കാൾ വില കുറച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? സാധനം ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചുമത്തും? അവിടെ ഏത് ഡ്യൂട്ടി ചുമത്തും? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തും. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് ആണിത്. പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് എനി ഇന്ത്യൻ ഇൻഡസ്ട്രി, പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി മിറ്റിഗേറ്റ് പ്രഷർ ഓൺ ഇന്ത്യൻ ഇൻഡസ്ട്രി ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇമ്പോർട്ട് സീരിയസ് ഇഞ്ചുറി, പ്രൊഡക്റ്റ് സ്പെസിഫിക് ആണ്. 200 days, 4 + 6. പിന്നെ നമ്മൾ 3%, 9%. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ലെവിഡ് എക്സ്പോർട്ടേഴ്സ് കൺട്രി പ്രൊവൈഡ് സബ്സിഡി ടു എക്സ്പോർട്ടർ ഫോർ എക്സ്പോർട്ടിംഗ് എഫക്റ്റിംഗ് എക്സ്പോർട്ട് പ്രൊഡക്റ്റ് ആൻഡ് കൺട്രി സ്പെസിഫിക്. 6 months പ്രൊവിഷണൽ ലെവി, 90 days റെട്രോസ്പെക്റ്റീവ്. മുന്നോട്ട് എന്ത് ചെയ്യാൻ ചുമത്താം? 5 കൊല്ലം. ഓക്കെ, ടോട്ടൽ 10. അഡീഷണൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചെക്ക് ഓൺ അൺഫെയർ ആൻഡ് ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ്. എന്താണ്? ശരിയായിട്ടുള്ളത് അല്ലാതെ എന്താ പറയാ, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? വേർതിരിവ്, അല്ലെ? വേർതിരിച്ച്. അപ്പൊ ഡിസ്ക്രിമിനേറ്ററി
പ്രാക്ടീസും അതുപോലെ അൺഫെയർ പ്രാക്ടീസും എക്സ്പോർട്ടർ വിവേചനം അഡോപ്റ്റഡ് ബൈ എക്സ്പോർട്ടർ ഓൺ ഹിസ് ഓൺ. ഓക്കെ, അപ്പൊ എക്സ്പോർട്ടർ പ്രൈസ് ചാർജ്ഡ് ലെസ് ദാൻ നോർമൽ വാല്യൂ ഇൻ എക്സ്പോർട്ടർ കൺട്രി. എക്സ്പോർട്ടർ കൺട്രിയിൽ 100 രൂപയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, 50 രൂപയ്ക്കാണെങ്കിൽ ഇത് ഈ എമൗണ്ടിന് അല്ലെ, ഈ ഒരു പരിപാടി ഇത്രയും തുക വരെ എന്ത് ചെയ്യാൻ പറ്റും, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്താൻ പറ്റും. ഇത് ഈ ഡിഫറൻസ് വരെ. ഇപ്പൊ പ്രൊഡക്റ്റ് ആൻഡ് എക്സ്പോർട്ടർ സ്പെസിഫിക് ആണ്. 6 month പ്രൊവിഷണൽ ലെവി, 90 days റെട്രോസ്പെക്റ്റീവ് ലെവി, 5 years. ഇതും 5 കൊല്ലാണ്. മാക്സിമം ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നോർമൽ വാല്യൂ ഓഫ് ഗുഡ്സ് മൈനസ് എക്സ്പോർട്ട് പ്രൈസ്. ഓക്കെ, നോർമൽ വാല്യൂ ഓഫ് ഗുഡ്സ് മൈനസ് എക്സ്പോർട്ട് പ്രൈസ് ആണ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, ചുമത്താൻ പറ്റുക. ക്ലിയർ? മാക്സിമം ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോവർ ഓഫ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലോവർ ഓഫ് മാർജിൻ ഓഫ് ഡംപിംഗ്. ഇപ്പൊ പറഞ്ഞ നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് പ്രൈസ് ഓർ ഫെയർ സെല്ലിംഗ് പ്രൈസ് മൈനസ് ലാൻഡഡ് വാല്യൂ ആണ്. ഓക്കെ, മാക്സിമം അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ലോവർ ആണ് എന്ന് വെച്ചാൽ നോർമൽ വാല്യൂ ഓഫ് ഗുഡ്സ് മൈനസ് എക്സ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ ഇഞ്ചുറി മാർജിൻ. ഇവിടെ അത് വിൽക്കുന്ന വാല്യൂ മൈനസ് ലാൻഡഡ് വാല്യൂ. ഇവിടെ നോർമലി ഇന്ത്യയിൽ അത് സെല് ചെയ്യുന്ന വാല്യൂ മൈനസ് ലാൻഡഡ് വാല്യൂ. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് അതിന്റെ പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, റെഡി? റെഡി അല്ലേ? എന്താണ് ഒരു ഉഷാറില്ലാത്തത്? ഓക്കെ, a commodity is imported into India. എന്താണ് ഒരു കമ്മോഡിറ്റി ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു ഫ്രം എ കൺട്രി കവേർഡ് ബൈ എ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 9A ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975. ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ മെയ്ഡ് അവൈലബിൾ. CIF വാല്യൂ ഓഫ് കൺസൈൻമെന്റ് $25,000. ഓക്കെ, CIF വാല്യൂ തന്നിട്ടുണ്ട് $25,000. ക്വാണ്ടിറ്റി ഇമ്പോർട്ടഡ് 500 കിലോ ആണ്. ഓക്കെ, 500 കിലോ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് അപ്ലിക്കബിൾ 60 ഒരു $1. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി 12%. സോഷ്യൽ വെൽഫെയർ സർചാർജ് ആസ് പെർ ദ ഫിനാൻസ് ആക്ട് 2018 എത്ര ശതമാനമായിരിക്കും? ഗോൾഡോ സിൽവറോ ആണോ? %10. ഓക്കെ, 10 തന്നെ. നോർമലി നമുക്ക് ചോദിക്കുന്ന ഒക്കെ 10 തന്നെ ആയിരിക്കും. ഓക്കെ, അല്ലാത്തൊരു ചോദ്യം കണ്ടിട്ടില്ല. ഇനി അല്ലെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യും. ഇനി ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ദ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി വിൽ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റി കാൽക്കുലേറ്റഡ് അറ്റ് $70 per kg and the landed value of the commodity as imported. Appraise the liability on account of normal duties, cess and anti-dumping duty. Okay, assume that only basic customs duty and social welfare surcharges are payable. IGST at 18% is also applicable. ഈ ഒരു സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ഒരു സെന്റൻസിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ലൈൻ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എങ്ങനെ അതിൽ ചുമത്താം? ഈ കേസിൽ എന്താ മനസ്സിലായത്?
20 ആണെന്നോ? അതിന് ഡിഫറൻസ് ആണ്. ഏത്? കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റി $70 ഒരു കിലോ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്? ലാൻഡഡ് കോസ്റ്റ് കണ്ടോ? അതിന് നീ ലാൻഡഡ് കോസ്റ്റ് കണ്ടോ? ലാൻഡഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് അസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലത്തില് ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് അസബിൾ വാല്യൂ പ്ലസ് സോഷ്യൽ വെൽഫെയർ എന്താ പറയാ, അസബിൾ വാല്യൂ, അതിന് മുകളിൽ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതിന് മുകളിൽ സോഷ്യൽ വെൽഫെയർ സർചാർജും, ഈ മൂന്നും കൂടെ ഉള്ള വാല്യൂ ആണ് ലാൻഡഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സംബന്ധിച്ച് നമ്മൾ മുമ്പ് കുറെ ലാൻഡഡ് വാല്യൂ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ലാൻഡഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ലാൻഡഡ് അസബിൾ വാല്യൂ പ്ലസ് ഓൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് തന്നെയാണ് പറയാം. പക്ഷെ ഈ കേസിൽ IGST നമ്മൾ സെപ്പറേറ്റ് ഈ ആന്റി ഡംപിങ് അടക്കം കാണേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പ് വരെയുള്ള എമൗണ്ട് എടുക്കാം. ഓക്കെ, ലാൻഡഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ലാൻഡഡ് വാല്യൂ ഈസ് ഈക്വൽ ടു അസബിൾ വാല്യൂ പ്ലസ് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സോറി, സോഷ്യൽ വെൽഫെയർ സർചാർജ്. ലാൻഡഡ് വാല്യൂ ഈസ് ഈക്വൽ ടു അസബിൾ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഓക്കെ, 56.60. ഈ പെർ കെ ജി എന്തിനാണ് കാണുന്നത്? ടോട്ടൽ എമൗണ്ട് കണ്ടാ പോരെ? നീ ടോട്ടൽ ടാക്സ് കാണും. $4,02,000 ആന്റി ഡംപിങ് ഡ്യൂട്ടി ആണോ? ആ, ടോട്ടൽ ആന്റി ഡംപിങ് ഡ്യൂട്ടി എത്രയാന്ന് കണ്ടാൽ മതി. നമുക്ക് പെർ കിലോ ഒന്നും വേണ്ട. $56.6 56.6 ആണോ സുമിത്തെ? എങ്ങനെ കിട്ടിയേ? കിലോയ്ക്ക് ആക്കിയാൽ തന്നെ ആദ്യം CIF വാല്യൂ 25,000 തന്നിട്ടില്ലേ? ഇല്ലേ? CIF വാല്യൂ 25,000 ആണല്ലോ. 25,000 ഇൻറ്റു എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ്? 60. ഓക്കെ, 60 എത്ര വരും? 15 ലക്ഷം ആണല്ലോ. 15 ലക്ഷം. ഇനി ഇതിന് മുകളിൽ എന്ത് അപ്ലൈ ചെയ്യണം? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എത്ര പെർസെന്റേജാ? അറ്റ് 12%. എത്ര വരാ? 1,80,000 ആണോ? ഇനി എന്ത് ചെയ്യണം?
സോഷ്യൽ വെൽഫെയർ സർചാർജ് അറ്റ് 10%. 18,000. ടോട്ടൽ എത്ര കിട്ടി? $16,98,000. ഓക്കെ, ലാൻഡഡ് വാല്യൂ. ഇമ്പോർട്ട് ചെയ്ത വാല്യൂവിന്റെ ലാൻഡഡ് വാല്യൂ. ഇനി 16,98,000 ഇനി എന്താ നമ്മൾ കാണാനുള്ളത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെ? ആന്റി ഡംപിങ് ഡ്യൂട്ടി എങ്ങനെ കാണും? ഈ 500 കിലോ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 70 പെർ കിലോ. ഓക്കെ, US ഡോളർ 70. അത് ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണ് എക്സ്ചേഞ്ച് റേറ്റ്? എത്രയാണ്? 60. അപ്പൊ ഇൻറ്റു 60 എത്ര കിട്ടും? 1. സൗമിത്ത് 60. $1 60 അല്ലേ? ഇത് US ഡോളർ 70 ആണ്. മനസ്സിലായോ? ഓക്കെ, കാര്യമാക്കുന്നില്ല. അപ്പോ ഇത് എത്ര? 21 ലക്ഷം അല്ലെ? 21 ലക്ഷത്തിൽ നിന്നും നമ്മളെ ലാൻഡഡ് വാല്യൂ 16,98,000 കുറയ്ക്കുക. എത്ര കിട്ടി? 4,02,000 ആണല്ലോ. 4,02,000. അപ്പൊ ടോട്ടൽ എത്രയായി? 21 ലക്ഷം അല്ലെ? ഉറപ്പായിട്ട് 21 ലക്ഷത്തിലായിട്ടുണ്ടാവുക. കാരണം 21 ലക്ഷം എന്നല്ല നമ്മൾ ഡിഫറൻസ് കണ്ട് ഇത് ആഡ് ചെയ്ത്. അപ്പൊ 21 ലക്ഷം. ഇതിന് മുകളിൽ IGST എത്ര ശതമാനം? മറ്റ് 12% കൂടെ ചാർജ് ചെയ്യാം. അത്രയുള്ളൂ പരിപാടി. എത്രയാണ് IGST ആയിട്ട് 12%? 2,52,000. ഇത്രനല്ലേ ചെയ്തിട്ടുള്ളൂ. CF വാല്യൂ 25,000. അസബിൾ വാല്യൂ 15 ലക്ഷം. 25,000 × 60. കസ്റ്റംസ് ഡ്യൂട്ടി ഇൻക്ലൂഡിങ് SWS 1,98,000. രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്തത്. ലാൻഡഡ് വാല്യൂ 16,98,000. ഓർ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഓക്കെ, ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ. ഇനി ലാൻഡഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ മൊത്തം ടാക്സിന് തന്നെ പറയാം. ഈ കേസിൽ ഇമ്പോർട്ടിന്റെ വാല്യൂ ആണ് എടുക്കാൻ പറഞ്ഞത്. ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 21 ലക്ഷം മൈനസ് 16,98,000, 4,02,000. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് 500 കിലോ ഇൻറ്റു 60 ഇൻറ്റു 70, 21 ലക്ഷം നമ്മൾ കണ്ടുപിടിച്ചു. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 21 ലക്ഷം. IGST 21 ലക്ഷത്തിന് മുകളിൽ 2,52,000. ടോട്ടൽ 23,52,000 കോസ്റ്റ് ഓഫ് ഇമ്പോർട്ടേഷൻ. ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ എത്ര പേ ചെയ്യണം? 252 പ്ലസ് 402 പ്ലസ് 1,98,000 അല്ലെ? ഇതിന്റെ മൂന്നിനെയും കൂടെ ടോട്ടൽ 852,000. 852,000. ഒരു 0 കൂടുതലാണ്, കുഴപ്പമില്ല. റെഡിയാണ്. ഇത്രയും കേസസ് ആണ് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി എക്സ്പോർട്ട്. അത് കുഴപ്പമില്ല. ഇനി export duties as per second schedule of Customs Tariff Act 1975. export duties ആകെ കുറച്ച് കേസേ പറയുന്നുള്ളൂ. എക്സ്പോർട്ട് ഡ്യൂട്ടി 10%, 25% ലഗേജ് ലെതർ, 15% ഫെറസ് വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്, 15% ഓൺ ലെതർ, 10% ഓൺ സ്നേക്ക് സ്കിന്ന്, 10% ഓൺ റോ ഫർ ലാംബ് സ്കിൻ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ നിലവിലുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. എല്ലാത്തിനൊന്നും എക്സ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. ഇനി എക്സംഷൻ ഫ്രം കസ്റ്റംസ് ഡ്യൂട്ടി. ഓക്കെ, എക്സംഷൻ ഫ്രം കസ്റ്റംസ് ഡ്യൂട്ടി ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് സെക്ഷൻ 25 പ്രകാരം
സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ചില ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്ന കേസിൽ റിപ്പയറിന് വേണ്ടിയിട്ടോ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സംഷൻ ആണ്. എന്താണ്? ജനറൽ എക്സംഷൻ. 25 രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ എക്സംഷനും സ്പെസിഫിക് എക്സംഷനും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ എക്സംഷനും സ്പെസിഫിക് എക്സംഷനും. ഓക്കെ, ജനറൽ എക്സംഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന്, പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. ഓക്കെ, അതിന് കുറച്ച് കണ്ടീഷൻസ് പറയും. അതിന് ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ എക്സംഷൻ കൊടുക്കാം. എല്ലാ ഇമ്പോർട്ടേഴ്സിനും ഇത് അപ്ലിക്കബിൾ ആയിരിക്കും. ജനറൽ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇമ്പോർട്ടേഴ്സിനും ഈ പബ്ലിക് ഇൻട്രസ്റ്റിനെ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടോ പാർട്ടായിട്ടോ എക്സംഷൻ കിട്ടും എല്ലാ ഇമ്പോർട്ടേഴ്സിനും. ഓക്കെ, ഇനി സ്പെസിഫിക് എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് അഡ്ഹോക്ക് ആണ്, എക്സെപ്ഷണൽ ഇൻ നാച്ചർ ആണ്. സ്പെഷ്യൽ ഓർഡർ ടു സ്പെസിഫിക് ഇമ്പോർട്ടർ ഓർ ഗുഡ്സ്. ഓരോ ഇമ്പോർട്ടർക്കും ഓരോ ഗുഡ്സിനും അനുസരിച്ചായിരിക്കും ഇത് എന്ത് ചെയ്യുക? നോട്ടിഫൈ ചെയ്യുക. ഫുൾ ആയിട്ടോ പാർട്ടായിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ നൽകാൻ പറ്റും. നോട്ടിഫൈ ചെയ്ത ഡേറ്റ് മുതലാണ് അത് നിലവിൽ വരിക. ഇത് സെക്ഷൻ 25 പറയുന്നത്. എന്താണ് പറഞ്ഞത്? ബൈ നോട്ടിഫിക്കേഷൻ. ഇത് എന്താണ്? ജനറൽ എക്സംഷൻ. By notification in the official gazette, exempt generally, either absolutely or subject to such conditions as may be specified in the notification, goods of any specified description from the whole or any part of the duty of customs leviable thereon. ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. കസ്റ്റംസ് ഡ്യൂട്ടി ഞാൻ പറഞ്ഞ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് എല്ലാ ഇമ്പോർട്ടറിനും എന്താണ് അപ്ലിക്കബിൾ ആണ്. എന്താണ്? ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരും. ഇത് ജനറലി എക്സംപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് കുറച്ച് കണ്ടീഷൻ പ്രകാരം എന്ത് ചെയ്യും? എക്സംഷൻസ് നൽകും ചില ഗുഡ്സ്. ഓക്കെ, ഇനി സ്പെഷ്യൽ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സ്പെഷ്യൽ ഓർഡർ ഇൻ ഈച്ച് കേസ്. ഓരോ കേസിലും സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിട്ട് എന്ത് ചെയ്യും? ഡ്യൂട്ടിയിൽ നിന്നും എക്സംഷൻ നൽകും. എനി ഗുഡ്സ് ഓൺ വിച്ച് ഡ്യൂട്ടി ഈസ് ലെവിയബിൾ ഓൺലി അണ്ടർ സർക്കംസ്റ്റാൻസസ് ഓഫ് ആൻ എക്സെപ്ഷണൽ നാച്ചർ ടു ബി സ്റ്റേറ്റഡ് ഇൻ സച്ച് ഓർഡർ. ഏതാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഗുഡ്സ് മാത്രമേ അതിലെന്ത് ചെയ്യുള്ളൂ? മെൻഷൻ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നോ ഡ്യൂട്ടി ഷാൾ ബി കളക്റ്റഡ്. എന്താണ്? ഒരു ഡ്യൂട്ടിയും കളക്ട് ചെയ്യരുത്. ഇഫ് ദ എമൗണ്ട് ഓഫ് ഡ്യൂട്ടി ലെവിയബിൾ ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 100. 100-നേക്കാൾ താഴെയാണെങ്കിൽ എന്താണ്? ഡ്യൂട്ടി ഒന്നും കളക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി ഗുഡ്സ് വിച്ച് വേർ എക്സ്പോർട്ടഡ് ഏർലിയർ ഫോർ എക്സിബിഷൻ പർപ്പസ് ഓർ കൺസൈൻമെന്റ് ബേസിസ്. എന്താണ്? എക്സിബിഷനോ അല്ലെങ്കിൽ കൺസൈൻമെന്റ് അടിസ്ഥാനത്തിലോ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഒരു സാധനം, ഓക്കെ, എക്സിബിഷനോ അല്ലെങ്കിൽ കൺസൈൻമെന്റ് ബേസിസിനോ അയച്ചൊരു സാധനം, സപ്ലൈ അല്ല. ഓക്കെ, സിൻസ് സച്ച് ഗുഡ്സ് ആർ, ഈ സാധനങ്ങൾ തിരിച്ചു വരാനുള്ളതാണ് അല്ലെ? തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ എക്സിബിഷൻ പർപ്പസിന് വേണ്ടി അയച്ച സാധനം ആണല്ലോ. ആ സാധനങ്ങൾ വിത്തിൻ 6 months ഡെലിവറി ചലാന്റെ ഡേറ്റിൽ നിന്നും 6 മാസത്തിനുള്ളിൽ റീഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സംപ്റ്റഡ് ആണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സംപ്റ്റഡ് ആണ്. ഇത്രയും കേസുകളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ആകെ ഉള്ളത്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്ററിൽ ആകെ എത്ര കേസുള്ളൂ? ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു
ഇനി ഒരു കേസും കൂടെ ഉണ്ട്. നമ്മളെ ടെസ്റ്റില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത്രേ ഉള്ളൂ. ഡീനാച്ചുറിങ് ഓർ മ്യൂട്ടിലൈസേഷൻ ഓഫ് സെർട്ടൈൻ ഗുഡ്സ്. എന്താണ്? ഒരു ഗുഡ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ ആണെന്ന് വിചാരിക്കാം. ആൽക്കഹോൾ പല പർപ്പസിനും ഉപയോഗിക്കാലോ. ആൽക്കഹോള് പല പർപ്പസിനും ഉപയോഗിക്കാലോ, പറ്റില്ലേ? അവിടെ ആൽക്കഹോൾ മെഡിസിനൽ പർപ്പസിനും ലിക്കർ പർപ്പസിനും എല്ലാത്തിനും ഉപയോഗിക്കുമല്ലോ, അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് പർപ്പസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത്, അത് ഒന്നിനധികം പർപ്പസ് ഉണ്ട്, അതിന് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ്. ഓരോ പർപ്പസിന് വരുന്ന ആൽക്കഹോളിനും സെപ്പറേറ്റ് റേറ്റ് ആണ്. ഒന്നിലധികം റേറ്റുകൾ അപ്ലിക്കബിൾ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ പർപ്പസിനെ ബേസ് ചെയ്ത്, ഓക്കെ, പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മള് ഈ ആൽക്കഹോളിന്റെ ഒക്കെ മുകളിൽ എന്ത് ചെയ്യുക, ടാക്സ് ചാർജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് നൽകും? ഇമ്പോർട്ടർക്ക് ഒരു ഓപ്ഷൻ നൽകും, ഡീനാച്ചുർ ചെയ്യാൻ അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റ് ചെയ്യാൻ, ഇതിന്റെ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൽക്കഹോള് ഈഥൈൽ ആൽക്കഹോൾ ആക്കിയിട്ട് മാറ്റാം. എന്താ പറയുക, ആൽക്കഹോളിന്റെ ഇപ്പൊ വരുന്ന റോ ഫോമിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ളതായിട്ട് മാറ്റാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഈഥൈൽ ആൽക്കഹോളിനുള്ള റേറ്റ് ആണ് അവിടെ അപ്ലിക്കബിൾ ആവുക. ഓക്കെ, മനസ്സിലായോ? വേറെ ഈഥൈൽ ആൽക്കഹോള് എന്താ പറയാ, ഡീനാച്ചുർ ചെയ്തതിന് ഹയർ റേറ്റ് ഉണ്ട്. എന്ത്? ടാക്സ് റേറ്റ് കൂടുതലാണ്. നമ്മൾ ഡീനാച്ചുർ ചെയ്യാത്ത ഐറ്റത്തിന്, റോ ഈഥൈൽ ആൽക്കഹോളിന് ഹയർ റേറ്റ് ആണ്. അപ്പൊ ഈഥൈൽ ആൽക്കഹോൾ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കെമിക്കൽ ആഡ് ചെയ്തിട്ട് അത് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി ഫിറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ റേറ്റ് മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനില്ല. ഇത് ടെസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഏരിയയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, ടെസ്റ്റ് കാണണമെങ്കിൽ കണ്ടോ. ടെസ്റ്റ് ഞാൻ ഏതോ ഏരിയ എത്തി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയർ ഉള്ളൂ. അതൊക്കെ ഒറ്റ ക്ലാസ് മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ക്ലാസ് തീരുന്നതാണ് കേട്ടോ. ഓക്കെ, നിർത്തല്ലേ. ബാക്കി ഇനിയിപ്പോ അടുത്ത ചാപ്റ്റർ ആണ്. ഇനിയിപ്പോ നമുക്ക് ഇമ്പോർട്ട് പ്രൊസീജിയറിന്റെ ചാപ്റ്റർ ആണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയർ. ലാസ്റ്റ് ചാപ്റ്റർ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. എന്തുള്ളൂ, ജസ്റ്റ് കസ്റ്റംസ് റൂൾ ആണ്. എന്താണ്? ദീസ് റൂൾസ് ഷാൾ അപ്ലൈ ടു ആൻ ഇമ്പോർട്ടർ ഹു ഇന്റൻസ് ടു അവൈൽ ദ ബെനിഫിറ്റ്. എന്താണ്?
സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത സെക്ഷൻ 25 പ്രകാരം ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു ജനറൽ എക്സംഷൻ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് എക്സംഷൻ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഈ ജനറൽ എക്സംഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ റൂൾസിൽ മൊത്തം പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ കേസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ആകെ 2 പേജ്. ഓക്കെ, അപ്പോ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയറിലും ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഡീംഡ് എക്സ്പോർട്ട്, എന്താണ് ഡ്യൂട്ടി ഡ്രോബാക്ക്. ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ കുറച്ച് പെർസെൻറ്റേജസ് ഉണ്ട്, അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഡ്യൂട്ടി ഡ്രോബാക്കിന്റെ കേസിൽ. അതിനുള്ള കാര്യമായിട്ട് ആ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, നിർത്താം. ഗുഡ് നൈറ്റ്.